വീണ്ടും ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സഭാ കോടതി രംഗത്ത് വന്നു. മെഡിക്കൽ ലീവിന്റെ മറവിൽ കാനോനിക നടപടികൾ നേരിടുന്ന ഫാദർ വർഗീസ് മണവാളനെ സംരക്ഷിക്കാൻ ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ശ്രമിക്കുന്നതായി സഭാ കോടതി രൂക്ഷമായി അഭിപ്രായപ്പെട്ടു. അതിരൂപതയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവരുന്നതായുള്ള വാർത്തകൾ വ്യാജമാണെന്നും കോടതി നിരീക്ഷിച്ചു. വീണ്ടും ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സഭാ കോടതി രംഗത്ത് വന്നത് മെത്രാൻമാർക്കിടയിലും വിമതന്മാർക്കിടയിലും അമ്പരപ്പുണ്ടാക്കി. മെഡിക്കൽ ലീവിന്റെ മറവിൽ കാനോനിക നടപടികൾ നേരിടുന്ന ഫാദർ വർഗീസ് മണവാളനെ സംരക്ഷിക്കാൻ ബിഷപ്പ് ജോസഫ് ശ്രമിക്കുന്നതായി സഭാ കോടതി കണ്ടെത്തിയത് മറ്റ് സമാനമായിട്ടുള്ള വിമത വൈദികർക്കും ബാധകമാണ്. അതിരൂപതയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു വരുന്നതായുള്ള വാർത്തകൾ വ്യാജമാണെന്ന് കോടതി നിരീക്ഷിച്ചതും വിമതന്മാർക്കേറ്റ തിരിച്ചടിയാണ്. ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ അറിവോടും സമ്മതത്തോടും കൂടെ ഫാദർ വർഗീസ് മണവാളൻ നിയമലംഘനം നടത്തി കാനോനിക നടപടിക്രമങ്ങളെ കാറ്റിൽ പറത്തി രൂപത ബിഷപ്പിന്റെ ഉത്തരവുകൾ അനുസരിക്കാതെയും സഭാ കോടതി നൽകിയ ഇടക്കാല ഉത്തരവുകൾ അനുസരിക്കാതെയും സഭയെയും സംവിധാനത്തെയും ഫാദർ വർഗീസ് മണവാളൻ പാംബ്ലാനിയുടെ സഹായത്തോടു കൂടി വെല്ലുവിളിക്കുകയാണെന്നും സഭാ കോടതി വിലയിരുത്തിയിട്ടുണ്ട്. വർഗീസ് മണവാളനെതിരെ എടുത്തിട്ടുള്ള സഭാ കോടതി നടപടികൾ നിർത്തിവെക്കണമെന്ന അപേക്ഷയിലാണ് സഭാ കോടതിയുടെ ഈ ഉത്തരവ്. ഫാദർ വർഗീസ് മണവാളനെതിരെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ ഉത്തരവിന്മേലുള്ള നടപടികൾ നിലനിൽക്കുന്നതായും അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ അതീവ ഗുരുതരവും ഗൗരവകരമായ പ്രത്യേക കാരണങ്ങൾ ഉള്ളതിനാലും നടപടികൾ നിർത്തിവെക്കാൻ സാധിക്കുന്നതല്ലെന്ന് സഭാ കോടതി ഇടക്കാല ഉത്തരവിലൂടെ അറിയിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉത്തരവ് പിൻവലിക്കണമെന്ന പാംബ്ലാനി ബിഷപ്പിന്റെ അപേക്ഷ കാര്യകാരണങ്ങൾ സഹിതം സഭാ കോടതി തള്ളുകയാണുണ്ടായത്. ഇത്തരത്തിൽ 89-ലധികം വയസ്സ് പിന്നിട്ട ഒരു മെത്രാനെതിരെ പരിശുദ്ധ സിംഹാസനം നടപടിയെടുത്തതായും സഭാ കോടതി ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. സഭാ കോടതിയിൽ പോലും തിരിച്ചടി നേരിട്ട മാർ പാംബ്ലാനി എല്ലാ ചുമതലകളും വെച്ചൊഴിഞ്ഞ് എറണാകുളം വിടണം, അതാണ് വിശ്വാസികളുടെ ആഗ്രഹം.